Hi, Namaste, welcome back to my channel Vintrada. In the Yakundi stock market, trade confusion main point stock selection. That is the stock performance. Based performance stock time waste moment stock momentum stock consistent path trading path follow up consistent profit full loss totally confusion stock selection രണ്ട് സ്റ്റോക്കിലാണ് എൻ്റെ ട്രേഡിംഗിൽ ഞാൻ എപ്പോഴും ഉൾപ്പെടുത്തുന്ന രണ്ട് സ്റ്റോക്കാണ്. ഡെയിലി പെർഫോമൻസ് നോക്കുന്ന സ്റ്റോക്കുകളാണ്. ഒരു 5-8 സ്റ്റോക്ക് ഞാൻ മിക്കവാറും എൻ്റെ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് ഉണ്ടാവും. LNT, BLHL, UPL, അതേപോലെ തന്നെ ACC, പിന്നെ ഗ്ലെൻമാർക്ക്, പോളിക്യാബ്, അങ്ങനെ ഇതുപോലത്തെ കുറേ സ്റ്റോക്കുകൾ ഞാൻ ഡെയിലി നോക്കാറുണ്ട്. പിന്നെ സിപ്ല, ഡോക്ടർ ഡി, ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ലിസ്റ്റ് ഇപ്പോൾ എല്ലാം നോക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യമുള്ളൊരു വോളിയുള്ള 5-8 സ്റ്റോക്ക് ഇനഫാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് നമുക്ക് ട്രെൻഡിങ് മൊമെന്റ് മാത്രമല്ല, നമുക്ക് സൈഡ് വേസ് പോകുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പോയില്ല, അതായത് ഒരുപാട് ലോസ് പോകുന്നതിന് എക്സിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഡെയിലി നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മൊമെന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ നമുക്ക് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാനുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂഷൻ പോകുന്ന മാർക്കറ്റുകളിലൊക്കെ നമുക്ക് നല്ലപോലെ ഹോൾഡ് ചെയ്തിട്ട് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. നമുക്ക് ഏത് സ്റ്റോക്ക് എടുക്കണമെന്നൊരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ, കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് എടുക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഡെയിലി ഇപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഗ്ലെൻമാർക്കിൻ്റെ പോളിക്യാബിൻ്റെ വീക്കിലി പെർഫോമൻസ് ആണ്. അതായത് ഗ്ലെൻമാർക്കിലും പോളിക്യാബിലും കഴിഞ്ഞ ആഴ്ചകളിൽ തന്ന പെർഫോമൻസ് ആണ്. ഇതിൽ സിഗ്നൽസ് എത്ര ദിവസം കിട്ടി, അതേപോലെ തന്നെ റിവേഴ്സ് പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി, ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഫോളോ അപ്പ് ചെയ്ത് ഗ്ലെൻമാർക്കിൽ പോളിക്യാബിൽ തന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പോളിക്യാബിൽ കാണിച്ചു തരാം. പോളിക്യാബിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ, അതായത് നമുക്ക് 17th വന്ന സിഗ്നലിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് പോയിരുന്നത്. വൺ സൈഡ് മൊമെൻ്റ് ആണ് ഇന്ന് തന്നിരുന്നത്. അതേപോലെ തന്നെ ഗ്ലെൻമാർക്കിൽ നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൊമെൻ്റ് ആണ്. ഗ്ലെൻമാർക്കിൽ നോക്കുകയാണെങ്കിൽ 3 സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെല്ല് കൺഫേം ഇല്ല, ബൈ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്രീൻ കളർ, ഗ്ലെൻമാർക്കിൽ ഗ്രീൻ കളർ, അപ്പോൾ ആ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന സിഗ്നലാണ് മേളിൽ കൊടുത്തിരിക്കുന്നത് 12:24. അതേപോലെ തന്നെ അതിൻ്റെ എൻട്രി പോയിന്റും ടാർഗറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൺഫർമേഷൻ, അതായത് ഇപ്പോൾ ഒരു സിഗ്നൽ വന്നു, ഇപ്പോൾ ഈ സെല്ലാണെങ്കിലും ഈ ബൈ ആണെങ്കിലും ഈ ലെവൽ കൺഫേം ആണ്. അതായത് ക്യാൻഡിൽ കളർ പോകുന്ന കൂട്ടത്തിൽ താഴെ ലെവലും രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. ഇവിടെ സെല്ല് കൺഫേം അല്ലായിരുന്നു, കാരണം റെഡ് മാച്ച് അല്ലായിരുന്നു. അതേപോലെ ബൈ മോർണിംഗിൽ കൺഫേം ആയിരുന്നു. മോർണിംഗിൽ ഒറ്റയടിക്ക് കയറിപ്പോയി. ഇപ്പോൾ ഈ ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ക്യാൻഡിൽ കയറിയിട്ട് രണ്ടാമത് തിരിച്ചിറങ്ങി 2770 എടുത്തതാണ്. അവിടെ നിന്ന് കയറിപ്പോയി 87 വരെ ഒറ്റയടിക്ക് പോയി. പിന്നെ തിരിച്ചൊരു ടിപ്പ് അടിച്ച് 70 വരെ പിന്നെ അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽ വന്ന് 78 അവിടുന്ന് മാർക്കറ്റ് 2116 വരെ പോയിട്ടുണ്ട്. നല്ലൊരു ട്രേഡ് ആയിരുന്നു. അപ്പം ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാറ്, കാരണം താഴെ ഗ്രീൻ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അവിടെ സെല്ലില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ 17th വൺ സൈഡ് മൊമെന്റ് ആണ്. സെല്ല് മോർണിംഗിൽ തന്നെ വൺ സൈഡ് ആയിട്ട്, അതായത് സെല്ല് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പറഞ്ഞിരുന്നത്. അതിന് മുമ്പ് 16th വന്ന പെർഫോമൻസിൽ മോർണിംഗിൽ ഒറ്റയടിക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിൽ തന്നെ നല്ല റിട്ടേൺ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം വൺ സൈഡ് മൊമെന്റ് ഇടയ്ക്കൊന്ന് തിരിച്ച് കയറിയായിരുന്നു. പക്ഷേ അവിടെ ഒരു അപ് സൈഡ് തന്നിട്ടുള്ള രണ്ടാമത്തെ ട്രേഡ് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ തന്നെ നല്ല റിട്ടേൺ കിട്ടിയ മൊമെന്റ് ആയിരുന്നു. അതിന് മുമ്പ് 15th അതായത് തലേ ദിവസം വന്ന സിഗ്നലിന് കണ്ടിന്യൂഷൻ ആയിട്ട് പോകുമായിരുന്നു. അവിടെ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വന്ന ബൈ കൺഫേംഡ് അല്ലായിരുന്നു. പക്ഷെ പിന്നീട് ഒരു സെല്ല് തന്നിട്ടുള്ളത് അതും പ്രോഫിറ്റബിൾ ആയിരുന്നു. അവിടുന്ന് സെല്ല് തന്നതിന് ശേഷം ഇടയ്ക്കൊന്ന് റിവേഴ്സ് പോയതിനു ശേഷമാണ് പിന്നെ ഇറങ്ങിയത്. പക്ഷേ താഴെ നമുക്ക് റെഡ് ആഴ്ചയ്ക്ക് അവിടെ ഹോൾഡ് ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നീട് വന്ന ബൈ അവിടെ കൺഫേംഡ് അല്ലായിരുന്നു. അതിന് മുമ്പ് 2 ദിവസം കണ്ടിന്യൂഷൻ ആയിട്ട് ബൈ പോയിട്ടുണ്ട്. അതിൽ 11th തുടങ്ങി 12th കണ്ടിന്യൂഷൻ ആയിരുന്നു പോരുന്നത്. അത് മോർണിംഗിൽ സെല്ല് തന്നതിന് ശേഷം പിന്നെ ഒറ്റ കയറ്റമായിരുന്നു. നല്ല റിട്ടേൺ ആയിരുന്നു അത്. അതിന് മുമ്പും മൊമെന്റ് തന്നിട്ടുണ്ട്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ 10th വന്ന മൊമെന്റ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ സെല്ല് കൺഫേംഡ് അല്ല. പിന്നീട് വന്ന ബൈ കയറി വൺ സൈഡ് മൊമെന്റ് അടിക്കുകയായിരുന്നു. ഇവിടെ ഒറ്റയടിക്ക് കയറിപ്പോയ ശേഷം പിന്നീട് നല്ല റിട്ടേൺ ആയിരുന്നില്ല. പക്ഷെ എന്നാലും അത് കണ്ടിന്യൂ ചെയ്യാം, ബൈ ഹോൾഡിംഗ് തന്നെയാണ് പറഞ്ഞത് സോഫ്റ്റ്വെയർ. അതിന് മുമ്പ് 9th വൺ സൈഡ് മൊമെന്റ് ആയിരുന്നു. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ വലിയ മോർണിംഗിൽ ഒരു സെല്ല് തന്ന ശേഷം പിന്നെ കണ്ടിന്യൂഷൻ ആയിരുന്നു. അങ്ങനെ ഇതിന്റെ പാസ്റ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മിക്കവാറും റിട്ടേൺ തരുന്നൊരു ട്രേഡ് ആണ്. നമുക്ക് ഇവിടെ ഒരു വലിയ ട്രേഡ് ഉണ്ടായിരുന്നില്ല. ഇതിൽ മോർണിംഗിന് സെല്ല് വന്നതിന് ശേഷം, ഇവിടെ എന്ന് പറഞ്ഞാൽ 4th പെർഫോമൻസ് ആണ്, വന്ന് കൺഫേം ആയി ഇറങ്ങിയതിന് ശേഷം പിന്നെ പെട്ടെന്നൊരു കയറ്റം ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു ട്രേഡ് ഉണ്ടായിരുന്നില്ല. നമുക്ക് റിവേഴ്സും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടെ സൈഡ് വേസ് ആയിട്ട് കളർ ചേഞ്ച് തന്നിട്ടുണ്ട്. മിക്കവാറും ട്രേഡ് വരുന്നൊരു അതായത് ഒരു സ്റ്റോക്കാണ് ഗ്ലെൻമാർക്ക്. അതേപോലെ തന്നെ പോളിക്യാബ് നോക്കുകയാണെങ്കിലും 17th വന്ന കണ്ടിന്യൂവേഷൻ പോയി. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ 17th മോർണിംഗിലെ സെല്ല് നല്ല റിട്ടേൺ ഉണ്ട്.
15നും കണ്ടിന്യൂഷൻ ആയിട്ട് പോയതിനു ശേഷം പിന്നെ കണ്ടിന്യൂഷൻ ലാസ്റ്റ് ആണ് ട്രേഡ് തന്നത്. അവിടെ നോക്കുകയാണെങ്കിൽ തലേദിവസം വന്ന സെല്ലിന് കണ്ടിന്യൂഷൻ ആയിട്ട് ഒറ്റയടിക്ക് അടിച്ചിറങ്ങുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പിറ്റേ ദിവസം എടുക്കാൻ നോക്കുന്നവർക്ക് വലിയ റിട്ടേൺ കിട്ടിയിരുന്നില്ല. അത് തലേദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്തവർക്ക് ഇവിടെ റിട്ടേൺ ഉള്ളൂ, കാരണം അത്രയ്ക്ക് അടിച്ചിറക്കുമായിരുന്നു. പിന്നീട് ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു ക്ലോസിംഗ് ലെവലിൽ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഇടയ്ക്കൊരു ബൈ തന്നപ്പോഴും അത് റിവേഴ്സ് പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ കയറിയിരിക്കുന്നത്. പക്ഷെ താഴെ ഗ്രീനാഴ്ചയ്ക്ക് അവിടെ സെല്ലിന്റെ കൺഫേം ഇല്ലാത്ത സ്ഥിതിക്ക് പോയാൽ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാം. അതിന് മുമ്പ് 12th തന്നതും നല്ല റിട്ടേൺ ആയിരുന്നു. കഴിഞ്ഞ കണ്ടിന്യൂഷൻ ആയിട്ട് പോയിട്ട് പിറ്റേ ദിവസം തിരിച്ച് കയറുക ചെയ്തിരുന്നത്. അപ്പൊ അടുത്ത ട്രേഡ് നമുക്ക് ഇവിടെ പോയിട്ടുണ്ട്. അവിടുന്ന് 7248 എടുത്തിട്ട് ഒറ്റയടിക്ക് റിട്ടേൺ പോയത് 7296 വരെയാണ്. അതിന് മുമ്പ് 11th തന്നതും നല്ല ട്രേഡ് ആയിരുന്നു. അതിന് മുമ്പ് നോക്കണം, ഇവിടെ വലിയൊരു ട്രേഡ് കിട്ടിയില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ 10th പെർഫോമൻസ് ആണ്. ലാസ്റ്റ് ക്ലോസിംഗ് ലെവലിൽ നമുക്ക് സെല്ല് കിട്ടിയിട്ടുണ്ട്, പക്ഷെ വലിയ റിട്ടേൺ സാധാരണ വരുന്ന പോലെ കിട്ടിയില്ല. എന്നാൽ പ്രോഫിറ്റബിൾ ആയിരുന്നു. ഇവിടെ 9th വൺ സൈഡ് മൊമെന്റ് ആയിരുന്നു. അതിന് മുമ്പ് 8th വൺ സൈഡ് മൊമെന്റ് ആയിരുന്നു. പിന്നെ അതിന് മുമ്പ് പോയെങ്കിൽ ഇവിടെ ഒരു ബൈ കയറി. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ 5th പെർഫോമൻസ് നോക്കണം, ഒറ്റയടിക്ക് അടിച്ച് കയറി പിന്നെ ഒറ്റയടിക്ക് ഇറങ്ങി, വലിയ റിട്ടേൺ ഉണ്ടായിരുന്നില്ല. ടോട്ടൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് മൊമെന്റ് കിട്ടുന്ന മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡുകളാണ് ഈ രണ്ട് സ്റ്റോക്കിൻ്റെ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെ ഒരു ട്രേഡ് എടുക്കാം, ഏതൊക്കെ സ്റ്റോക്കിൽ എടുക്കാം, ഏതൊക്കെ സ്റ്റോക്ക് നിങ്ങൾ ഇൻട്രാഡേ സ്റ്റോക്കിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു ലൈവ് ഡെമോ സെക്ഷൻ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് എങ്ങനെ വർക്ക് ചെയ്യാം നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ പെർഫോമൻസ് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.